ഹായ്, ഞാൻ ലേഖ നന്ദു മഹാദേവ. ചതിയിലും വഞ്ചനയിലും പെടാത്ത മനുഷ്യർ വളരെ ചുരുക്കമായിരിക്കും അല്ലേ? എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ വിശ്വസിക്കുകയും പരിഗണിക്കുകയും ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്നവർ ആയിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും അവഗണിക്കുന്നതും ഒറ്റപ്പെടുത്തുന്നതും ഒക്കെ അവരായിരിക്കും അല്ലേ? പക്ഷെ ആ ചതി പറ്റുന്ന മനുഷ്യരുണ്ടല്ലോ, അവർ ആ ഒരു മാനസികാവസ്ഥ ഭയങ്കരമായിരിക്കും. അവർ ബേക്കിലോട്ട് ഉൾവലിയും. മറ്റുള്ള മനുഷ്യരെ അഭിമുഖീകരിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അവരെ മുഖത്ത് നോക്കാൻ പറ്റാതെ ഹൃദയം കൊണ്ട് തലകുനിച്ച് അവർ ബേക്കിലോട്ട് പോകും. ചിലപ്പം ഒരു മുറിക്കകത്ത് തന്നെ ഒതുങ്ങിപ്പോവും. ചില സന്ദർഭങ്ങളിൽ ആത്മഹത്യ വരെ അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. ചെയ്യാൻ സാധ്യതയെന്നല്ല, അവർ ചെയ്യും. നിങ്ങൾ അവിടെ വെച്ച് ജീവിതം അവസാനിച്ചു, അല്ലെങ്കിൽ അവരെ കുറച്ച് വാക്കുകളിൽ നമ്മുടെ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിക്കരുത്. നമ്മൾ തളർന്ന് വീണ് കിടക്കട്ടെ, നമ്മൾ എഴഞ്ഞ് നീങ്ങണം. പക്ഷെ അത് മുന്നോട്ടായിരിക്കണം. നമ്മൾ പതിയെ പിടിച്ചെഴുന്നേൽക്കണം. എന്നിട്ട് പതിയെ നമ്മൾ പിച്ച വെച്ച് നടക്കണം. എന്നിട്ട് നമ്മൾ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് നടക്കണം. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ സ്പീഡ് കൂട്ടി നടക്കണം. അത് കഴിയുമ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടി ഓടണം. കാരണം ഈ ചതിയും വഞ്ചനയും നടത്തിയവരെ മുന്നിലൂടെ അവരെക്കാളും മുന്നിലേക്ക് നമ്മൾ കുതിച്ചു പായണം. എന്തായിരിക്കണം? സത്യസന്ധമായിട്ടും ആത്മാർത്ഥതയായിട്ടുമുള്ള പ്രവർത്തനത്തിലൂടെയും നമ്മുടെ അധ്വാനത്തിലൂടെയും നമ്മൾ മുന്നോട്ട് പായണം. തിന്മകൾ കൊണ്ട് കൊട്ടാരങ്ങൾ എത്ര കെട്ടിയാലും അതൊരിക്കലും ശാശ്വതമല്ല. നന്മ കൊണ്ടൊരു കുടില് കെട്ടി അവിടെ താമസിച്ചാലും നമുക്ക് സന്തോഷവും സമാധാനവും എന്നും ഉണ്ടാവും.